സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. വഖഫ് ബോർഡ് ഭേദഗതി നിയമം പാർലമെന്റ് രണ്ട് സഭകളും പിന്നിട്ട് രാഷ്ട്രപതിയുടെ മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി രാഷ്ട്രപതി ഒപ്പിട്ട് ഗസറ്റിൽ പബ്ലിഷ് ചെയ്താൽ അത് രാജ്യത്തിൻ്റെ നിയമമായി മാറുകയാണ്. ഇതൊരു ഭേദഗതി നിയമം മാത്രമാണ്. 1913 ബ്രിട്ടീഷ് സർക്കാർ വഖഫ് ബോർഡ് രൂപീകരിക്കുന്നത്. 1923 വഖഫ് ആക്ട് ബ്രിട്ടീഷ് സർക്കാർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് പിന്നീട് സ്വതന്ത്ര ഭാരതത്തിൽ അത് പലതരത്തിലുള്ള അമെൻമെന്റുകൾക്കും ബ്രിട്ടീഷ് സർക്കാർ തന്നെ വിധേയമാക്കിയിരുന്നു. അതിനുശേഷം 1956 ഇന്ത്യയുടെ പാർലമെന്റ്, സ്വതന്ത്ര ഇന്ത്യയുടെ പാർലമെന്റ് ആ വഖഫ് ആക്ട് അതുപോലെ തന്നെ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് വളരെ ചുരുക്കം ചില ഭേദഗതികളോടെ അത് തുടർന്നു വന്നു. ഇന്ത്യയിൽ അത് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല. എന്നാൽ ബാബറി മസ്ജിദ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് വ്രണപ്പെട്ടു എന്ന് വിചാരിക്കുന്ന മുസ്ലിം വികാരത്തെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ഗവൺമെന്റ് 1995 ഭസ്മാസുരന് അധികാരങ്ങൾ നൽകുന്നത് പോലെ സർവ്വ അധികാരങ്ങളും നൽകി വഖഫ് ബോർഡിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു ഭേദഗതി. ആ ഭേദഗതിയിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് വാസ്തവത്തിൽ ഈ ബില്ലിലുള്ളത്. ഇപ്പൊ 1995 മുൻപ് ഈ ബില്ല് നിരുപദ്രവകരമായിരുന്നു, ഈ ആക്ട് നിരുപദ്രവകരമായി. അതിന് പല്ല് നഖവും വെച്ച് കൊടുത്തത് കോൺഗ്രസ് ഗവൺമെന്റാണ്. വൺസ് എ പ്രോപ്പർട്ടി ഈസ് എ വഖഫ്, ഇറ്റ് ഈസ് ഓൾവേസ് എ വഖഫ്. ഒരിക്കൽ വഖഫ് ആയാൽ പിന്നെ അത് എന്നും വഖഫാണെന്നും വഖഫ് ബോർഡിലെ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന സ്വത്തൊക്കെ അവരുടേതാണെന്നും ഒക്കെ വരത്തക്ക രീതിയിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് ഈ നാട്ടിലെ കോൺഗ്രസ് ഗവൺമെന്റുകളാണ്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമത്തിൽ അതില്ല. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യം ഉണ്ടാക്കിയ നിയമത്തിലും അതില്ല. അതിൽ നിന്ന് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ചില കാര്യങ്ങൾ എടുത്തു മാറ്റുക എന്നുള്ളതാണ് ഈ നിയമ ഭേദഗതിയിലൂടെ ഇപ്പോഴുള്ള ഗവൺമെന്റ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കണം. ഇനി ഈ നിയമ ഭേദഗതിയെ പ്രതിപക്ഷം, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പ്രതിപക്ഷം, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷം, CPM ഒക്കെ അംഗമായിട്ടുള്ള പ്രതിപക്ഷം ശക്തമായി എതിർക്കുകയുണ്ടായി. അവരതിനകത്ത് എതിർപ്പ് പറയാൻ വന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് വഖഫ് ബോർഡിൽ നോൺ മുസ്ലിംസിന് അംഗത്വം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ന്യൂട്രലായിട്ടുള്ള ആളുകൾ പോലും എന്തുകൊണ്ടാണ് വഖഫ് ബോർഡിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു മത ബോർഡിൽ നോൺ മുസ്ലിംസ് അംഗങ്ങളായി വരുന്നത് എന്ന് സംശയം പ്രകടിപ്പിക്കാൻ ഇടയായിട്ടുണ്ട്. ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. രാജ്യത്തെമ്പാടും ധാരാളം മറ്റ് മതസ്ഥരും ഈ സ്വത്ത് തർക്കത്തിൽ പെട്ടുപോയിട്ടുണ്ട്. മറ്റ് മതസ്ഥരുടെ സ്വത്തും വഖഫ് ബോർഡ് സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളടങ്ങുന്ന ഒരു വഖഫ് ബോർഡ് ഞങ്ങളുടേത് എന്ന് പറയുന്ന സ്വത്തിന് മുസ്ലിങ്ങൾ മാത്രമാണ് വിധി പറയാനിരിക്കുന്നതെങ്കിൽ മറ്റുള്ളവർക്ക് ന്യായമായിട്ടൊന്നും ലഭിക്കുകയില്ല. കാരണം അവർ അവരുടെ താല്പര്യങ്ങൾ നടപ്പാക്കാനും ശ്രമിക്കുകയുള്ളൂ. സോ തീർച്ചയായും അതിനകത്ത് നോൺ മുസ്ലിംസ് വേണം എന്നുള്ളത് തീർത്തും എസെൻഷ്യലാണ്. രണ്ട്, വഖഫ് ബോർഡുമായി സാമ്പത്തിക വിഷയങ്ങൾ അല്ലെങ്കിൽ സ്വത്ത് തർക്കങ്ങൾ വരുന്നത് പ്രധാനമായും മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. കാരണം മുസ്ലിം ദേവാലയങ്ങളോട് ചേർന്നൊക്കെയാണ് വഖഫ് സ്വത്തുക്കൾ കൂടുതലായി ഉള്ളത്. അതിനടുത്ത് കിടക്കുന്നൊക്കെ മുസ്ലിങ്ങളാണ്. ഇപ്പോൾ മുസ്ലിങ്ങളുടെ സ്വത്തുക്കളൊക്കെ വഖഫ് ബോർഡാണെന്ന് ഉള്ള അവകാശവാദമാണ് ഏറ്റവും അധികമുള്ളത്. അതായത് വഖഫ് ബോർഡുമായി സ്വത്ത് തർക്കത്തിൽ പെട്ടിട്ടുള്ള 80% ആളുകൾ മുസ്ലിങ്ങൾ തന്നെയാണ്. രണ്ട് മുസ്ലിങ്ങൾ തമ്മിലൊരു തർക്കം വരുമ്പോൾ, മുസ്ലിം പള്ളി ഒരു ഭാഗത്ത്, മുസ്ലിം വ്യക്തി വേറൊരു ഭാഗത്ത് തർക്കം വരുമ്പോൾ അതിനകത്ത് വിധി പറയാൻ ആരാ ഏറ്റവും യോഗ്യനായിട്ടുള്ളത്? രണ്ട് കക്ഷിയിലും പെടാത്ത ഒരാൾ, ഒരു നോൺ മുസ്ലിമാണ് അതിനകത്ത് വിധി പറയാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ. ന്യായം ഏത്, നീതി ഏത് എന്ന് നോക്കി വിധി പറയാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളത് ഒരു നോൺ മുസ്ലിമാണ്. അതുകൊണ്ട് നോൺ മുസ്ലിം അംഗങ്ങളുടെ പ്രസൻസ് വഖഫ് ബോർഡിൽ വരുന്നു എന്നുള്ളത് തീർത്തും നീതിയുക്തമാണ്, തീർത്തും യുക്തിസഹമാണ്. ഇനി വേറെ ഇവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതെ പോയ ഒരു കാര്യം, ഇതിന് ഈ വഖഫ് ബോർഡിന്റെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതിന്റെ പരാതിയൊക്കെ വഖഫ് ബോർഡിൽ തന്നെ കൊണ്ട് കൊടുക്കണം. വഖഫ് ബോർഡ് പറയുന്നു ഒരു സ്വത്ത് ഞങ്ങളുടേതാണെന്ന് പറയുന്നു, അത് നിങ്ങളുടേതല്ല, അത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ഒരുത്തം പരാതി കൊടുക്കുന്നു. അത് പരാതി കൊടുക്കുന്ന വഖഫ് ബോർഡിൽ തന്നെയാണ്. അതിന്റെ അവസാന തീരുമാനവും പറയുന്നത് വഖഫ് ബോർഡാണ്. ലോകത്തിൽ എവിടെയെങ്കിലും നിയമം കേട്ട് കഴിയുന്നു. ഇത് ഇന്ത്യയിൽ മാത്രമുള്ളൊരു നിയമമാണ്. അപ്പൊ ഇതിന് ബദലായിട്ട് ഇതിന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അപ്പീൽ കൊടുക്കാനുള്ള സൗകര്യമുണ്ട് എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ നിയമ ഭേദഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അപ്പൊ ഈ സംഗതികളൊക്കെ എതിർത്തുകൊണ്ട് ഇന്ത്യ മുന്നണിയിലെ ആ സഖ്യത്തിലുള്ള കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അടങ്ങുന്ന ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ മുഴുവൻ ബഹളമുണ്ടാക്കുകയും അവരുടെ എതിർപ്പുകളെ മറികടന്നുകൊണ്ട് ഈ പ്രശ്നം പാർലമെന്റ് രണ്ട് സഭകളും കടന്നു പോവുകയും ചെയ്തു. ഇനി കേരളത്തെ സംബന്ധിച്ച് വഖഫ് ബോർഡ് ഭേദഗതി ബില്ലിന് വളരെ വലിയ ഒരു താല്പര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ മുനമ്പം എന്ന് പറയുന്ന ഒരു പ്രദേശം, ഏകദേശം 600ഓളം ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശം, ഭൂരിഭാഗവും ക്രിസ്ത്യാനികളും നല്ലൊരു ശതമാനം ഹിന്ദുക്കളും ചുരുങ്ങിയ നമ്പർ മുസ്ലിങ്ങളും അടങ്ങുന്ന പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന ഒരു പ്രദേശം.
അത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് അടുത്ത കാലത്ത് ഒരു ക്ലെയിം ഉന്നയിക്കപ്പെടുകയുണ്ടായി. 1950-കളിൽ 60-കളിലൊക്കെ ആയിട്ട് അവർ വാങ്ങിയെടുത്ത ഭൂമിയാണത്. അവർ അതിനൊക്കെ മുൻപേ അവിടെ താമസിക്കുന്നതാണ്. ഏകദേശം 100 വർഷത്തോളമായി അവിടെ താമസിക്കുന്ന കുടികിടപ്പുകാരാണ്. അവർ പിന്നീട് ആ പ്രോപ്പർട്ടി വില കൊടുത്ത് വാങ്ങിയതാണ്. അത് ഫറൂഖ് കോളേജിന്റെ ഒരു സൊസൈറ്റിയിൽ നിന്നാണ് അവർ വില കൊടുത്ത് വാങ്ങിയത്. അതിനെതിരെ വഖഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു കടലാസ് സംഘടന, ആരാണ് അതിനകത്തുള്ളതെന്ന് പോലും അറിയത്തില്ല, അവർ ഹൈക്കോടതിയിൽ കൊണ്ട് കേസ് കൊടുക്കുകയും ഹൈക്കോടതിയിൽ വഖഫ് ബോർഡ് വന്ന് അത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണെന്ന് സർട്ടിഫൈ ചെയ്യുകയും ചെയ്തു. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഞങ്ങളുടേതാണെന്ന് വഖഫ് ബോർഡ് പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ല, അത് അവരുടെ പ്രോപ്പർട്ടിയാണ്. ഇത് കേട്ട വാദി കേൾക്കാത്ത വാദി, തഹസിൽദാർ, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇനി അവരുടെ കയ്യിൽ നിന്ന് കരം വാങ്ങിക്കേണ്ട എന്ന് തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ അവരുടെ പ്രോപ്പർട്ടിക്ക് ഗവൺമെന്റ് എൻഡോഴ്സ്മെന്റ് ഇല്ല എന്നർത്ഥം. അവരുടെ കയ്യിൽ ആധാരമുണ്ട്, അനുബന്ധ രേഖകളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, ഗവൺമെന്റ് ഇവരുടെ നിന്ന് കരം സ്വീകരിക്കില്ല. കരം സ്വീകരിച്ചില്ല, പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. കരം കിട്ടിയ റെസിപ്റ്റും പൊസഷൻ സർട്ടിഫിക്കറ്റും ഇല്ലാതെ നമുക്ക് യാതൊരു കാര്യവും ആ ഭൂമി കൊണ്ട് നേടിയെടുക്കാനാവില്ല. അതിനകത്തൊരു വീട് പോലും വെക്കാൻ സാധിക്കുകയില്ല, അതിന്റെ പ്ലാന് സാങ്ഷൻ ചെയ്യുകയില്ല. അപ്പൊ അങ്ങനെയാണ് ഈ വഖഫിനെതിരെ മുനമ്പംകാര് സമരത്തിനിറങ്ങിയത്. ഒരു സമരം ചെയ്യുന്നു, ഹൈക്കോടതിയിൽ നിന്ന് ഗവൺമെന്റ് ഒരു കമ്മീഷനെ വെക്കുന്നു. ഹൈക്കോടതി ആ കമ്മീഷനെ തൂക്കിയെടുത്ത് ദൂരെ കളയുന്നു. കാരണം പറഞ്ഞത് നിയമനിർമ്മാണത്തിലൂടെ അല്ലാതെ നിലവിലുള്ള നിയമം അനുസരിച്ച് വഖഫിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യാനാവില്ല എന്ന് ഹൈക്കോടതിയും പറഞ്ഞു. ഇവരെ സംബന്ധിച്ച് ആകെയുള്ള ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറഞ്ഞാൽ പുതിയ നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ്. പുതിയ നിയമനിർമ്മാണമാണ്. ആ പുതിയ നിയമനിർമ്മാണമാണ് ഇപ്പോൾ പാർലമെന്റിൽ സംഭവിച്ചത്. അപ്പോൾ ഇതിനെതിരെ പ്രധാനമായിട്ട് പ്രതിപക്ഷം, നമ്മുടെ നാട്ടിൽ നിന്ന് പോയ കോൺഗ്രസ്സുകാരായിട്ടുള്ള എം പിമാരും കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള എം പിമാരും ഉന്നയിച്ച പ്രധാനപ്പെട്ട എതിർപ്പ് എന്ന് പറയുന്നത് ഈ ഭേദഗതി കൊണ്ട് യാതൊരു വിശേഷവുമില്ല, മുനമ്പംകാർക്ക് ഇത് യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇത് ഒരു തെറ്റായ വാദമാണ്. ഇന്നലെ ഹൈബി ഈഡൻ പാർലമെന്റിൽ എഴുന്നേറ്റ് എന്ന് ചോദിച്ചു, നിയമകാര്യ മന്ത്രിയോട് ചോദിച്ചു, നിങ്ങൾ ഇതിന് മുൻകാല പ്രാബല്യമില്ല എന്ന് പറഞ്ഞില്ലേ? ഇവിടെ 1950 മുതൽ നടക്കുന്ന പ്രശ്നമാണ്. മുൻകാല പ്രാബല്യമില്ലാത്ത ഈ ബില്ല് എങ്ങനെ മുനമ്പംകാർക്ക് ഗുണകരമായി വരും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മുഖ്യമായ ചോദ്യം. അപ്പൊ അതില് നിയമകാര്യമന്ത്രി അവിടെ ചിരിച്ചുകൊണ്ടിരുന്നതേ ഉള്ളൂ. പക്ഷെ ബില്ല് വായിച്ച് പഠിച്ചവർക്ക് മനസ്സിലായി അതിനകത്ത് 2A എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. ജനറൽ ആയിട്ടുള്ള ആ ബില്ലിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അതിന് മുൻകാല പ്രാബല്യമില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് ചില ക്ലോസുകൾ, ചില നമ്പറുകളുള്ള ക്ലോസുകൾ മുൻകാല പ്രാബല്യം ഉള്ളവയായി ചേർത്തിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് 2A എന്ന് പറയുന്നത്. ഞാനൊരു നിയമവിദഗ്ധനല്ല. ഞാൻ ഇതിനെ സംബന്ധിച്ച പല ടോക്കുകളും കേൾക്കുകയും ഇത് വായിച്ചവർ പറയുന്നത് കേൾക്കുകയും ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞു തരാം. വഖഫ് പ്രോപ്പർട്ടി തന്നെ ആയിക്കൊള്ളട്ടെ, വഖഫ് പ്രോപ്പർട്ടി ചില പ്രത്യേക ഏജൻസികൾക്ക് കൈമാറിക്കഴിഞ്ഞാൽ പിന്നീട് അതിന് വഖഫ് സ്റ്റാറ്റസ് ഉണ്ടായിരിക്കുകയില്ല. അതിൽ ഒരെണ്ണം വഖഫ് പ്രോപ്പർട്ടി സൊസൈറ്റികൾക്ക് കൈമാറിക്കഴിഞ്ഞാൽ പിന്നീട് ആ പ്രോപ്പർട്ടിക്ക് വഖഫ് സ്റ്റാറ്റസ് ഇല്ല. അതിൻ്റെ വഖഫ് സ്റ്റാറ്റസ് പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. പിന്നെ അത് സൊസൈറ്റിയുടെ പ്രോപ്പർട്ടിയാണ്. സൊസൈറ്റിക്ക് അത് സൊസൈറ്റിയുടെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാം. ഇവിടെ ഫറൂഖ് കോളേജ് ഒരു സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട സൊസൈറ്റിയാണ്. ഫറൂഖ് കോളേജിന് സേട്ടു സ്വത്ത് കൈമാറുന്ന സമയത്ത് അത് ഫറൂഖ് കോളേജിന്റെ സൊസൈറ്റിയുടെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളും ഒക്കെ കൃത്യമായി എഴുതി ചേർത്ത ആധാരപ്രകാരമാണ് ഫറൂഖ് കോളേജിന് കൈമാറിയിട്ടുള്ളത്. അതായത് ഈ പ്രോപ്പർട്ടി വഖഫ് ആണെങ്കിൽ തന്നെ അത് കൈമാറ്റം ചെയ്യപ്പെട്ടുള്ളത് ഫറൂഖ് കോളേജിനാണ്. അതോടെ അതിന്റെ വഖഫ് സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടു. ഫറൂഖ് കോളേജിന്റെ കയ്യിൽ നിന്നാണ് മുനമ്പംകാരെ ഈ സ്വത്ത് വാങ്ങിയിട്ടുള്ളത്. അതിനകത്ത് വഖഫ് എന്ന് പറയുന്ന സംഗതി വരുന്നതേയില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും? അതായത് ഈ ബില്ല് ധാരാളം മതി മുനമ്പത്തെ പ്രശ്നം തീരാൻ. മുനമ്പത്തെ പ്രശ്നം തീർന്നു, നിയമപരമായി മുനമ്പത്തെ പ്രശ്നം തീർന്നു. ഇനി മുനമ്പംകാരുടെ സ്ഥിതി എന്താണ്? ഈ ബില്ല് അങ്ങനെ തന്നെ, ഇത് നിയമമാണ്, രാജ്യത്തെ നിയമമാണ്, അല്ലാതെ ഒരു സജഷനൊന്നുമല്ല, ഇതൊരു നിയമമാണ്. ഈ നിയമം കൃത്യമായി ഗവൺമെന്റ്, കേരളത്തിലെ ഗവൺമെന്റ് പാലിക്കുക എന്നുള്ളതാണ് ചെയ്യാവുന്ന ഒന്നാമത്തെ നടപടി. കേരള ഗവൺമെന്റിനും എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും ബാധകമായിട്ടുള്ള നിയമമാണിത്. അതനുസരിച്ച് ഇവിടുത്തെ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് ഈ ബില്ലിനെ സ്വീകരിക്കുകയും, അല്ലെങ്കിൽ ബില്ലിനെ അംഗീകരിക്കാമെന്നില്ല, ബില്ല് അംഗീകരിക്കപ്പെടുന്ന സാധനം തന്നെയാണ്. ഇങ്ങനെ ബില്ല് വന്ന സാഹചര്യത്തിൽ കേരള ഗവൺമെന്റ്, അതിന് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉടനെ തന്നെ മുനമ്പത്തെ ആളുകളിൽ നിന്നും നികുതി സ്വീകരിച്ചുകൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നാൽ പിറ്റേ ദിവസം കൊണ്ട് ഈ പ്രശ്നം തീർക്കാൻ സാധിക്കും. പക്ഷെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം, ഇത് പ്രീണന രാഷ്ട്രീയമാണ്. ഈ പ്രീണന രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒറ്റ ന്യൂനപക്ഷമേ ഉള്ളൂ. ആ ന്യൂനപക്ഷത്തിന് പേര് മുസ്ലിങ്ങളെന്നാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ മറ്റ് മതസ്ഥരോ ഒക്കെ ഉണ്ട്, അവരൊന്നും ന്യൂനപക്ഷമല്ല. അവരുടെ കാര്യമൊന്നും ഇവിടുത്തെ സർക്കാരിന് താല്പര്യമില്ല. മുസ്ലിം എന്ന് പറയുന്ന ഒരു പേരിൽ ഈ നിയമത്തിന്റെ മുകളിൽ കൂടി സഞ്ചരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് ഇന്നലെ പാർലമെന്റിലെ റിയാക്ഷൻസ് നമുക്ക് മനസ്സിലാക്കാം. എറണാകുളത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഹൈബി ഈഡൻ
ഇന്നലെ അവിടെ പറഞ്ഞത് ഈ നിയമം കൊണ്ടൊരു കാര്യവുമില്ല, ഈ നിയമം കൊണ്ട് മുനമ്പംകാർക്ക് നീതി കിട്ടുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് സുഹൃത്തെ നീതി കിട്ടുന്നത്? നീതി കിട്ടാനുള്ള വഴി നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ അവിടെ 180-ലധികം ഭേദഗതികൾ ഈ ബില്ലിന് പ്രതിപക്ഷം സജസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ചേർന്ന് 180 ഭേദഗതികൾ സജസ്റ്റ് ചെയ്യുകയുണ്ടായി. ഒരൊറ്റ എണ്ണമെങ്കിലും മുനമ്പത്തിന് വേണ്ടി സജസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരെണ്ണമെങ്കിലും മുനമ്പത്തിന് വേണ്ടി സജസ്റ്റ് ചെയ്യപ്പെട്ടു. സജസ്റ്റ് ചെയ്യപ്പെട്ടത് മുഴുവൻ വഖഫ് ബോർഡിന് വേണ്ടിയാണ്. വഖഫ് ബോർഡിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ മുഴുവൻ ഭേദഗതികളും സജസ്റ്റ് ചെയ്യപ്പെട്ടത്. ഈ ഹൈബീഡ് നമ്മൾ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഇയാളുടെ സ്വന്തം മണ്ഡലമെന്നല്ലേ ഇയാൾ പറയുന്നത്? ഇയാൾ മുക്കുവനാന്നല്ലേ പറയുന്നത്? ഇയാൾ മുക്കുവനാണെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് ഭേദഗതിയാണ് ഈ ബില്ലിലേക്ക് ഇദ്ദേഹം സജസ്റ്റ് ചെയ്തത്? ഇദ്ദേഹം ഇന്നലെ മുനമ്പത്തെ മുക്കുവരുടെ മുഖത്ത് നോക്കി പറഞ്ഞത്, നിങ്ങളൊന്നും ഇതുകൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ലടോ, ഇതുകൊണ്ടൊന്നും നിങ്ങൾ കഴിച്ചിലാവൂല, ഇത് നമ്മൾ വാങ്ങിച്ച് നമ്മളുടെ കയ്യിൽ തന്നെ കൊടുക്കും എന്നാണ് അയാൾ പറഞ്ഞു വെച്ചത്. മുനമ്പത്തെ ജനത്തിന്റെ തലയിൽ കഷ്ടിക്കുന്ന പ്രവൃത്തിയാണ് വാസ്തവത്തിൽ അദ്ദേഹം ചെയ്തതെന്ന് പറയേണ്ടി വരും. അദ്ദേഹം നിയമസഭയിൽ അവിടെ പാർലമെന്റിൽ നിന്ന് ഘോരഘോരം മണിപ്പൂരിലെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കണ്ടു. വടക്കേ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കെതിരെ പ്രവർത്തിക്കുന്നതിനെ പറ്റി അയാൾ കണ്ടു. അയാളുടെ നാട്ടിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയാതെ അയാൾ എന്തിന് മണിപ്പൂരിന് വേണ്ടി സംസാരിക്കാൻ പോകും? അദ്ദേഹത്തിന്റെ വലിയ നേതാവുണ്ടല്ലോ, ഒരിക്കലെങ്കിലും അദ്ദേഹം ഈ മുനമ്പം സന്ദർശിച്ചിട്ടുണ്ടോ? മണിപ്പൂരിലെ പ്രധാനമന്ത്രി പോകാത്തതിനെ കുറിച്ച് ഇയാൾ ബഹളം കൂട്ടുന്നുണ്ടല്ലോ. മുനമ്പത്ത് എത്ര പ്രാവശ്യം ഇയാളുടെ നേതാവ് വന്നു, രാഹുൽ ഗാന്ധി വന്നു. എന്തിനെങ്ങനെ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്നത്? അന്തസ്സായിട്ട് പറയൂ, ഞങ്ങൾ ജിഫ്രി കോയ തങ്ങൾ പറയുന്നത് അനുസരിക്കുള്ളൂ എന്ന് അന്തസ്സായിട്ട് പറയാനുള്ള ഒരു ആണത്വമെങ്കിലും കാണിക്കൂ. കേരളത്തിലെ മുഴുവൻ മെത്രാന്മാരും ഒന്നിച്ച് ആദ്യമായിട്ട് ഇവിടുത്തെ പാർലമെന്റിൽ പോകുന്ന അംഗങ്ങളോട് ഒറ്റ കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ, നിങ്ങൾ വഖഫ് ബോർഡ് ബില്ല്, വഖഫ് ഭേദഗതി ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം. ഇന്ത്യയിലെ മുഴുവൻ മെത്രാന്മാരും ഒന്നിച്ച് പറഞ്ഞതാണ്. കേരള മെത്രാൻ സമിതി മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ മെത്രാന്മാരും ചേർന്ന് കേരളത്തിലെ എംപിമാരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ വഖഫ് ഭേദഗതി ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം. എത്ര പേര് കേട്ടു? ഒറ്റ ഒരാൾ കേട്ടു. ബാക്കി 19 പേരും ജിഫ്രി കോയ തങ്ങൾ പറഞ്ഞത് കേട്ടു. ജിഫ്രി കോയ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും വഖഫ് ഭേദഗതി ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്താൽ അവർ മുസ്ലിം സമുദായത്തിന്റെ ശത്രുവാണ്. ഫത്വ അവർ പ്രയോഗിച്ചു. ആ ഫത്വ അംഗീകരിച്ചു. എല്ലാവരും കൂടി തെരഞ്ഞെടുക്കപ്പെട്ട എംപിമാരെ സംബന്ധിച്ച് ഇവിടെ ഒറ്റ സമുദായം ജീവിച്ചാൽ മതി, ബാക്കിയുള്ള സമുദായം ഒന്നും വേണ്ട. ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ ജീവിക്കേണ്ട, ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർ ജീവിക്കേണ്ട, മറ്റേതെങ്കിലും സമുദായം കൊണ്ട് അവരൊന്നും ജീവിക്കേണ്ട, ഒരൊറ്റ സമുദായം മാത്രം ജീവിച്ചാൽ മതി. അവർക്ക് വേണ്ടി മാത്രമേ വോട്ട് ചെയ്യൂ. അതിനകത്ത് നീതിയോ അനീതിയോ ഒന്നും നോക്കുന്ന പ്രശ്നമില്ല. ഭേദഗതികൾ സജസ്റ്റ് ചെയ്യുമ്പം ഒരെണ്ണം പോലും 600 കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെടുന്നതിനെ പറ്റി ഒരാൾ പോലും ഒരക്ഷരം പോലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അവർ സജസ്റ്റ് ചെയ്ത ഭേദഗതികൾ മുഴുവൻ ഇതിനെ അനുകൂലിക്കുന്ന, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വഖഫ് ബോർഡിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഭേദഗതികളാണ്. വേണുഗോപാൽ പ്രസംഗിച്ചു, കർണാടകത്തിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടത്രേ, അദ്ദേഹം മുനമ്പത്തെ ജനങ്ങളുടെ കൂടെയാണത്രേ. എന്താ മുനമ്പത്തെ ജനങ്ങളുടെ കൂടെ എന്നുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മുനമ്പത്തെ ജനങ്ങളുടെ കൂടെ നിന്ന് അവരെ വേഷം കൊടുത്ത് കൊല്ലുമെന്നാണ്. അങ്ങനെ ജിഫ്രി കോയ തങ്ങളും പറഞ്ഞിട്ടുണ്ട്, മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി കിട്ടണമെന്ന്. എന്തോ നീതി കിട്ടുക എന്ന് പറഞ്ഞാൽ മുനമ്പത്തെ ജനങ്ങളുടെ വഖഫ് ബോർഡ് വഖഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കഴുത്തിൽ പിടിച്ചിറക്കി വിടണമെന്നാണ് തങ്ങൾ പറയുന്നത്. ആ പറയുന്നത് തന്നെയല്ലേ ഈ വേണുഗോപാൽ പറയുന്നത്, അത് തന്നെയല്ലേ ബ്രിട്ടാസ് പറയുന്നത്. ബ്രിട്ടാസ് ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഭൂരിഭാഗം സമയവും എമ്പുരാൻ സിനിമയെ കുറിച്ചാണ് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് മുനമ്പത്തെ ജനങ്ങളൊന്നും വിഷയമല്ല, മുനമ്പത്തെ പ്രശ്നവും വിഷയമല്ല. ഇങ്ങനെ ആളുകളെ പൊട്ടം കളിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരെ തിരിച്ചറിയുവാനുള്ള ഒരു മര്യാദയെങ്കിലും നമ്മളുടെ സാമാന്യമായ വോട്ടേഴ്സിന് വേണ്ടതുണ്ട്. വാസ്തവത്തിൽ ഇത് വളരെ ഭീകരമായ ഒരു സിറ്റുവേഷനാണ് നിൽക്കുന്നത്. കാരണം ഇവിടുത്തെ ജനത്തോട് മര്യാദയ്ക്ക് ജീവിച്ചു, വരുന്നുണ്ട നിന്റെ കാലൻ എന്ന് പറഞ്ഞ ആളുകളുടെ പിന്നില് നമ്മളുടെ 20 എംപിമാരിൽ 19 പേരും അണിനിരന്നിട്ടുണ്ട്. ഇത് ഭയപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ സിറ്റുവേഷൻ കേരളത്തിലെ മനുഷ്യരെ തിരിച്ചറിയേണ്ടതുണ്ട്. മുനമ്പൻ ജനതയെ സംബന്ധിച്ച് ഈ ബില്ല് മതി. ഈ ബില്ല് നടപ്പാക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ടോ? ഇന്ന് ഗവൺമെന്റ് മുമ്പിൽ നിയമം വന്നിട്ടുണ്ട്, ഇത് നടപ്പാക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ഈ ഗവൺമെന്റിനുണ്ടോ? ഈ ഗവൺമെന്റിന് രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലെങ്കിൽ പിന്നീട് മുനമ്പത്തെ ജനത്തിലുള്ള ഓൾട്ടർനേറ്റീവ് അവർക്ക് ഹൈക്കോടതിയിൽ പോകാൻ സാധിക്കും. കാരണം കോടതിയിൽ പോകാനുള്ള പ്രൊവിഷൻ ഈ നിയമത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഉടനെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാം. ഈ നിയമം അനുസരിച്ച് അവർക്ക് നീതി നടത്തി കിട്ടണമെന്ന് ഹൈക്കോടതിയിൽ നിന്ന് അവർക്ക് ഡയറക്റ്റീവ് കിട്ടും. അതനുസരിച്ച് അവർക്ക് കരം കെട്ടാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ ഈ പറയുന്ന 2A എന്ന് പറയുന്ന ഈ ഭേദഗതി ഇത് 100% മുനമ്പംകാർക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഭേദഗതിയാണ്. ഒന്നുകൂടി ഓർക്കണം, ഈ നിയമം ഭേദഗതി ചെയ്തെടുത്തത് BJP ആണ്. BJP നിയമം ഭേദഗതി ചെയ്തെടുത്തത് കൊണ്ട് അവരുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. മുനമ്പത്തെ ജനങ്ങൾക്ക് കരം കിട്ടിയ റെസീറ്റ് കയ്യിൽ കിട്ടുന്നത് വരെ അവരുടെ പിന്നിൽ BJP അണിനിരന്നാൽ മാത്രമേ അവരുടെ വിശ്വാസ്യത അവർക്ക് തെളിയിക്കാനാവൂ. അത് ബഹുജന മുന്നേറ്റങ്ങളിലൂടെ ആണെങ്കിലും കോടതികളിലൂടെ ആണെങ്കിലും അവിടെയുള്ള ജനങ്ങളുടെ മുഴുവൻ കയ്യിൽ കരം കിട്ടിയ റെസീറ്റ് കിട്ടുന്ന ഒരു സാഹചര്യം BJPക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ കേരളത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി BJP ആണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ സമ്മതിക്കേണ്ടി വരും.